ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നാഷണൽ ഡേ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം ഹോളിഡേ ആണ്. പൊതുവെ ഇവിടെ ലീവ് നാട്ടിലെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ ലീവ് വരുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ സൺഡേ മൺഡേ ഒക്കെ അടുപ്പിച്ച് ലീവ് കിട്ടും. അപ്പൊ നമുക്ക് ലോങ് ആയിട്ട് എന്തെങ്കിലും വെക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പറ്റിയ ടൈമാണ് ഇതുപോലെ കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ദുബായിൽ വന്നിട്ട് ഇതുവരെ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടില്ല. ഡെസേർട്ടിൽ പോയിട്ടുണ്ട് ഒരു തവണ. പക്ഷെ നമ്മളിപ്പോ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ദുബായിൽ നിന്ന് കുറേ മരുഭൂമിയും മണലാരണ്യം എന്നൊക്കെ. പക്ഷെ അത് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയാ പ്ലേസ് അനുസരിച്ചിരിക്കും. സോ ഞാൻ ആകെ ഒരു തവണയെ പോയിട്ടുള്ളൂ എൻ്റെ അമ്മ വണ്ടി. അപ്പൊ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. അപ്പൊ അവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സംഭവം നമ്മൾ പാക്കേജ് എടുത്തിട്ടാ പോണത്. പക്ഷെ ഇത് നമ്മള് പേയ്മെന്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞ സമയത്ത് അവർ പിക്ക് ചെയ്യോ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ എനിക്കുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് സ്റ്റേ അല്ല, ജസ്റ്റ് നമ്മൾ പോകുന്നു, ഉച്ചയ്ക്ക് പോകുന്നു, ദെൻ രാത്രിയാകുമ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് നമ്മുടെ വീഡിയോ. സ്കൈ കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ്. ഇതിപ്പോ രാവിലെ ഉണ്ടോ, ഞാൻ ഷാർജ എന്നാണ് പിക്ക് പറഞ്ഞേക്കുന്നത്. സോ ഷാർജ പോണം, അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്തിസലാത്ത് ഇറങ്ങി അവിടെ നിന്ന് ബസ്സിന് വേണം കേട്ടോ മൊബൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ബസ്സൊന്നുമില്ല, പക്ഷെ എല്ലാ 20 മിനിറ്റ്സിലും നമുക്ക് ഓരോ ബസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഷാർജയിൽ എത്തിട്ടോ. ഇവിടെ ഈ നടന്നു പോകുന്ന വഴിക്ക് നല്ല മണം, നമ്മുടെ നല്ല ചായക്കടയുടെയും ബേക്കറിയുടെയും ഒക്കെ നല്ല മണം. അപ്പൊ ഇവിടെ വരാനുള്ള കാര്യം, ഇവിടെ ഇന്നൊരു ഷൂട്ടുണ്ട് ഒരു കഫേയില്. സോ അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മള് ഡെസേർട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹോം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കിട്ടും കേട്ടോ. നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ സൂപ്പർ ആട്ടോ. ഇപ്പൊ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തില്ലേ, നല്ല രസമാണ്. ഇപ്പൊ നല്ല തണുപ്പാ, നല്ല തണുത്ത കാറ്റാണ്. ഇപ്പൊ വെയിലുണ്ടെങ്കിലും വെയിലധികം ചൂടൊന്നുമില്ല. അതുപോലെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമാണ്. ഇനി ഒരു ഏപ്രിൽ വരെ നല്ല കാലാവസ്ഥയായിരിക്കും. നമ്മുടെ നാട്ടിലെ ഒരു ജനുവരി ഫെബ്രുവരി കഴിയുമ്പോഴത്തേക്കും തണുപ്പ് കുറഞ്ഞു വരില്ലേ. പക്ഷെ ഇവിടെ ഏപ്രിലൊക്കെ വരെ നല്ല കാലാവസ്ഥയായിരിക്കും. പുറത്തൊക്കെ പോകാനൊക്കെ സൂപ്പറാ. അപ്പോ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ തണുക്കുമായിരിക്കും. ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മൊബൈലിൽ ഇറങ്ങിയിട്ട് കഫേയിലേക്ക് ഒരു ഹാഫ് ആൻ അവർ നടക്കാനുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പത്തേക്ക് ടൈം ആവുമായിരിക്കും പോകാനുള്ളത്. ഒരു അരമണിക്കൂർ നടന്നപ്പോഴത്തേക്കും കഫ്റ്റീരിയൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ആ കാണുന്നതാണ് കഫ്റ്റീരിയ കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാത്തിനും ലോങ് വീഡിയോ എടുത്തിട്ടില്ല. ഗൈസ്, മൂക്കുമുട്ട തിന്നാന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, അത്രയും ഞാനിപ്പോ തിന്നിട്ടുണ്ട്. വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഷാർജ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മളവിടുത്തെ മെട്രോ കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ വഴി നമുക്ക് അത്ര പരിചയമില്ല. അപ്പൊ മാപ്പ് നോക്കിയിട്ട് ആണ് നമ്മളിപ്പോ നെസ്റ്റോമാളിലേക്കാണ് നമ്മൾ പോണത്. അവിടെയാണ് നമ്മുടെ ഡെസേർട്ട് സഫാരിക്ക് പോകാനുള്ള പിക്കപ്പ് പറഞ്ഞേക്കണേ. പിന്നെ അവിടെ പോയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പം ക്യാമൽ റൈഡ് ഉണ്ട്, സാൻഡ് ബോർഡിംഗ് ഉണ്ട്, പിന്നെ ബെലി ഡാൻസ് ഉണ്ട്. ബെലി ഡാൻസ് ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ അയല ഡാൻസോ, അങ്ങനെ 4 ഷോ ഉണ്ട് കേട്ടോ. അയല എന്നാണ് എഴുതിയത്, ഇങ്ങനെ വായിക്കണേ എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാ. സോ നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്, ഞാനും കണ്ടിട്ടില്ല. ഒരു 1:32 ഒക്കെ ആയപ്പോഴത്തേക്കും ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നു നെസ്റ്റോമാളിലേക്ക്. അവിടെ നിന്ന് നമ്മൾ വേറെ കുറച്ച് ആൾക്കാരും കൂടെ പിക്ക് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ഡെസേർട്ട് സഫാരിക്ക് പോകണം കേട്ടോ. അങ്ങനെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഡെസേർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഇതുപോലൊരു സ്ഥലത്ത്, ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ്. അങ്ങനെയാണെങ്കിലും അധികം നമ്മൾ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. കൂടുതലായിട്ടും പോകുന്നത് ആ തലയിൽ കിട്ടുന്ന ടവലാണോ ആ സാധനമാണ് കേട്ടോ. പിന്നെ ഈ സാധനം കൂടെ ഉണ്ടായിരുന്നു, ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ എന്തായാലും ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ തലയിലൊക്കെ കിട്ടുന്ന സാധനം അവർ തന്നെ കിട്ടിത്തരും കേട്ടോ. സോ നമുക്ക് റേറ്റൊക്കെ നമുക്ക് വില പേശി നമ്മുടെ ഒരു ഇതുപോലെ വാങ്ങിക്കാം. അവിടുന്ന് നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഡെസേർട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മോട്ടോർ സൈക്കിൾ, അങ്ങനെ ഒരു ഏരിയയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. പിന്നെ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ പാക്കേജിൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. പിന്നെ പോയാൽ തന്നെ നമ്മുടെ പാക്കേജിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മളവിടെ എത്തുന്ന സൺസെറ്റ് ടൈം അവിടെ എത്തില്ലായിരുന്നു.
അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഇതൊക്കെ കണ്ട് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഏരിയാസൊക്കെ ഉണ്ട് നമ്മൾ ഒട്ടകത്തിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി നേരെ പോകുന്നത് ക്യാമ്പിലേക്കാട്ടോ. ഈ കാണുന്നതാണ് ക്യാമ്പ്. ഈ ഡെസേർട്ടിൽ തന്നെ ഒരുപാട് സെക്ഷനായിട്ട് പല 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 ക്യാമ്പ് നടക്കുന്നുണ്ടോ. ഇവിടെ എത്തിപ്പെട്ടത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ വന്ന ടൈം നൈസായിട്ടൊന്ന് മാറിപ്പോയി. കാരണം നാഷണൽ ഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, സാൻഡ് ബോർഡിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടകത്തിൻ്റെ ഒരു ചെറിയൊരു റൈഡ് ഇതിനകത്ത് പാക്കേജിലുണ്ട്. റൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറുന്നു, ഒരു ജസ്റ്റ് ഒന്ന് കറങ്ങുന്നു, നമുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ പാക്കേജിലുള്ളത്. അല്ലാതെ നമുക്ക് അഡീഷണൽ 10 dirhams ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം നമുക്ക് രാത്രി ആയതുകൊണ്ട് അധികം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രീ ഹെന്ന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ കാണുന്നൊരു പൂ ഉണ്ടല്ലോ, ആ പൂ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രീ എന്ന് പറയുന്നതിൽ ഉണ്ടാവുകയുള്ളൂ. മൊത്തത്തിൽ നമ്മൾ അങ്ങ് നൈസായിട്ട് അങ്ങനെ പറയാം. പിന്നെ എന്തായാലും ഫ്രീ കിട്ടുന്നതാണല്ലോ. പിന്നെ അതുപോലെ അറബിക് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അത് ട്രൈ ചെയ്യാൻ പോയില്ല. അപ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറയാനാണെങ്കിലും ഭയങ്കര മോശം ഫുഡായിരുന്നു കേട്ടോ. അത്ര ടേസ്റ്റ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നൂഡിൽസൊക്കെ ആണെങ്കിലും ഒരു ടേസ്റ്റ്ലെസ് ആയിട്ട് ഉപ്പും മുളകും എരിവും ഒന്നും ഇല്ലാത്ത രീതിയിലൊരു അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു ഫുഡ് കിട്ടി എന്നുള്ള രീതിയിലാട്ടോ. ഈ കാണുന്നവരൊക്കെ നമ്മൾ കൂടെ വന്ന ആൾക്കാരാണേ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ പാക്കേജൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ട്രാവൽസ് നോക്കിയെടുക്കണം. അല്ല എന്നുള്ള സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് പറ്റിപ്പോയത് ഡ്രൈവർക്ക് നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത്, നമ്മൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, സോ അതൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇരിക്കാനുള്ള പ്ലേസ് ഒന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് ലേഡീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ലേഡീസിനെ നമ്മൾ സേഫായിട്ട് ഇരുത്തും, സേഫായിട്ട് അവരെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് തന്നെ ഒരു സീറ്റൊക്കെ കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പൊക്കോളാനൊക്കെ പറയുമായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ VIP ലോഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരിക്കും. എന്ന് വെച്ചാൽ നല്ല ഫുഡും ആയിരിക്കും, നല്ല ഏരിയ ആയിരിക്കും. അതുപോലെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് പോകാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഹോളിഡേയ്സിലൊന്നും പോകാതെ നോർമൽ വർക്കിംഗ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ പോകാൻ വേണ്ടി നോക്കുക. കാരണം അത്രയ്ക്കും ക്രൗഡാണ്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ മിസ്സായി. അതുപോലെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ പിന്നെ കാണാം. ടാറ്റാ.